ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് കണ്ണൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ണൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ അവിടെയുള്ള ആർക്കും പിടികിട്ടിയിട്ടുമില്ല. കണ്ണനാണെങ്കിലോ എൻ്റെ കാര്യം വിജയിക്കണം, അതിനിപ്പോൾ ആരെ കൊന്നിട്ടാണെങ്കിലും താൻ തൻ്റെ കാര്യം നടത്തിയെടുക്കുമെന്നുള്ളൊരു ഒറ്റ വാശിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ സമയത്താണ് ഈ ജയന്തി കയറി വന്ന് അപ്പുവിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു പോകുന്നത്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മേടിക്കുകയാണ്. നീ ഇങ്ങനെ നടന്നോ, നീയും ഹരിയും അവസാനം ഒന്നുമില്ലാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും തുടങ്ങിയ രീതിയിലൊക്കെ സംസാരിച്ചു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അപ്പുവല്ല മറ്റാരാണെങ്കിലും ആ രീതിയിൽ തന്നെ ചിന്തിക്കും. തൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണ്, തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അപ്പവും അതേ രീതിയിൽ തന്നെ ചിന്തിച്ചു. അപ്പു വന്നിട്ട് എന്ത് ചെയ്തു, ഹരിക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഹരി ജോലിക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ജോലിക്ക് ഹരി അറിയാതെ തന്നെ ഹരി പോകുമെന്നുള്ള രീതിയിൽ അപ്പു മെസ്സേജ് അയച്ചു. അപ്പോൾ ഹരി ജോലിക്ക് ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെയുള്ളവർ ഹരിയെ വിളിച്ചു. അന്നേരമാണ് പാവ ഹരി വിവരങ്ങളെല്ലാം അറിയുന്നത്. ഹരിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹരിയോട് ഇന്ന ദിവസം ജോയിൻ ചെയ്യാനും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കേട്ട് ഹരി ഇങ്ങനെ അന്താളിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് വീട്ടിൽ അഞ്ജുവും അപ്പുവും അതുപോലെ നമ്മുടെ ദേവിയും എല്ലാവരും കൂടെ ചേർന്ന് കണ്ണനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി നമ്മുടെ ദേവി കുഞ്ഞിനെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഹോംവർക്കൊക്കെ ചെയ്ത് എല്ലാം ദേവിയെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ചിത്രം വരയ്ക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹരി കടയടച്ചിട്ട് കയറി വന്നു. കടയടച്ചിട്ട് വന്ന ഹരിയെ കണ്ടപ്പോഴേക്കും ഹായ് ഡാഡി ഇത് നോയിക്ക്, ദേവുമോള് വരച്ചതാണെന്നും പറഞ്ഞ് ഹരിയെ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നന്നായിട്ടുണ്ട്, മോളുടെ മമ്മി എന്ത് ചെയ്യുന്നു ചോദിച്ചു. മമ്മി അകത്തുണ്ട്. എന്താ ഡാഡി? അപ്പോൾ ഈ ഡാഡിയുടെ വെപ്രാളവും ഈ ടെൻഷനും ദേഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനും വല്ലാതെയായി. അതുപോലെ ദേവിക്ക് ഏതാണ്ട് പോലെയായി. ദേവി അന്നേരം ചോദിച്ചു, എന്താ ഹരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പൂവിനെ ഒന്ന് കാണട്ടെ ദേവടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുക. അങ്ങനെ ദേവി ഇങ്ങനെ ആകെ വല്ലാതെയായി കേട്ടോ. വേഗം തന്നെ ദേവി ഹരിയുടെ പിന്നാലെ ചെന്നു. എന്താണ് പ്രശ്നം, എന്തോ ഗൗരവമായ പ്രശ്നമാണെന്നുള്ള കാര്യം ദേവിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ദേവി പിന്നാലെ ചെല്ലുക. ദേവി പിന്നാലെ ചെന്നെങ്കിൽ പോലും ഹരി അപ്പോഴേക്കും അപ്പുവിനോട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് ചെന്ന് കയറിയായിരുന്നു. അപ്പോഴേക്കും നീ എന്ത് പണിയാണ് അപ്പൂയി കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് നീ എന്ത് പണിയാണ് അപ്പൂയി കാണിച്ചതെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടിങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും അപ്പു എഴുന്നേറ്റ് ആ ഡോർ അങ്ങ് അടച്ചിട്ട് പറഞ്ഞു, അതെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ റൂമിൽ കേട്ടാൽ മതി, അത് പുറത്തുനിന്ന് ആരും കേൾക്കണ്ടാന്ന്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പു റൂമിൻ്റെ വാതിലങ്ങ് അടച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇനി നീ പറയാൻ പറഞ്ഞു. ദേവിയൊക്കെ വന്നപ്പോഴേക്കും ഡോറൊക്കെ അങ്ങ് അടച്ചു. ഇനി നീ പറയാൻ പറഞ്ഞു, എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പം നീ ആരോട് ചോദിച്ചിട്ടാണ് ആ മെസ്സേജ് അയച്ചതെന്ന് ഹരി ചോദിക്കുക. ഏത് മെസ്സേജാണെന്ന് നിനക്കറിയില്ലല്ലേ? എനിക്കറിയണം നീ ആരോട് ചോദിച്ചിട്ടാണ് ആ മെസ്സേജ് അയച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് അയച്ചതെന്ന് നീ പറഞ്ഞേ പറ്റൂ അപ്പൂ എന്ന് പറഞ്ഞു. ഹരി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് അയച്ചതെന്നല്ലേ നിനക്കറിയേണ്ടത്, അത് ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അത് ഇപ്പോഴല്ല, എല്ലാവരുടെയും കേൾക്കേ ഞാനത് പറയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അപ്പു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നീ എന്തെല്ലാം കാണിച്ചാലും എന്നെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കേണ്ട അപ്പു, അത് നടക്കില്ല എന്ന് നമ്മുടെ ഹരി തീർത്തു പറഞ്ഞു. അപ്പോൾ അത് നീ അല്ലല്ലോ നോക്കുന്നത്, ഞാനല്ലേ എന്ന് നമ്മുടെ അപ്പുവും പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യവും പറഞ്ഞു തർക്കിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ബാലൻ കടയടച്ചിട്ട് വന്നു. കടയടച്ച് വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ ചോദിച്ചു, എന്താ ഹരി നേരത്തെ പോകുന്നതെന്ന്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, രണ്ടുപേരും കൂടെ മുറിയിൽ കയറി എന്തൊക്കെയോ പറയുന്നുണ്ടെന്നുള്ള കാര്യം ദേവി ഇങ്ങനെ പറയുക. ഹരിക്ക് കടയിൽ വെച്ച് തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു എന്നും കടയിൽ നിന്ന് അവൻ ദേഷ്യപ്പെട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം അന്നേരം നമ്മുടെ ബാലനും പറഞ്ഞേ. അങ്ങനെ എല്ലാവരും വന്നു, എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻ ചോദിച്ചു, എന്താ അപ്പു, എന്താ പ്രശ്നം, ഇവനെന്താ കടയിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഹരിയോട് അപ്പോൾ നേരിട്ട് ചോദിക്കാൻ പറഞ്ഞു അപ്പു. ഹരിയോട് ചോദിച്ചപ്പോൾ ഇവൾ കാണിച്ച പണി എന്താണെന്ന് അറിയാമോ ബാലേട്ടാന്ന് ചോദിച്ചു. എന്നിട്ട് ഈ മെസ്സേജ് അയച്ച കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരി അപ്പുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ അനുവാദം കൂടാതെ അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ നിനക്കെന്താ റൈറ്റ്സ്, അങ്ങനെ ഒരു പണി കാണിക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടോ, കാരണം ഞാൻ നിൻ്റെ ഭാര്യയാണ്, നിൻ്റെ ഭാര്യ എന്നുള്ളത് തന്നെയാണ് അതിനുള്ള റൈറ്റ്സ്, എന്താ ശരിയല്ലേ ബാലേട്ടാന്ന് ചോദിച്ചു. എത്ര നാൾ ഇവനിങ്ങനെ മുന്നോട്ട് പോകും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ അങ്ങോട്ടേക്ക് നമ്മുടെ
കണ്ണൻ വരുന്നത് ഭക്ഷണം കഴിക്കാൻ. കണ്ണൻ വന്ന് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഇവർ സംസാരം നിർത്തി. വന്ന് ഇരുന്നപ്പോഴേക്കും നമ്മുടെ ബാലനോട് ചോദിച്ചു ഈ കണ്ണൻ, എന്തായി എൻ്റെ പൈസയുടെ കാര്യം എന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതിന് കുറച്ച് സാവകാശമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ, എത്ര ദിവസത്തെ സാവകാശം ഞാൻ തരണം? ഇത്രയും ദിവസം ഞാൻ സാവകാശം തന്നില്ലേ, ഇനിയും പറ്റില്ല, എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടിയേ തീരുവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ വലിയ ആളായപ്പോഴേക്കും നമ്മുടെ ഹരി ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ ഇത്? ഇവൻ എന്താ ഈ പറയുന്നത്? ഇവൻ എത്ര തുകയാണ് വേണ്ടത്? ഈ തുക വേണമെന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും എത്ര തുകയാണ് ഇവൻ ആവശ്യപ്പെട്ടതെന്ന് ബാലേട്ടൻ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്താ ഞങ്ങളോട് പറയാൻ കഴിയാത്ത തുകയാണോ എന്ന് ചോദിച്ചു. ഓഹോ, അപ്പോൾ ഇവരോട് പറയാതെ എല്ലാം കൂടെ അങ്ങ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നോ വലിയേട്ടനെന്നും ചോദിച്ചുകൊണ്ട് കണ്ണൻ. അപ്പോൾ നമ്മുടെ കണ്ണൻ തന്നെ ഇവരോട് പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. 15 ലക്ഷം രൂപയോ? എന്ത് കാര്യത്തിനാണ് നിനക്ക് 15 ലക്ഷം രൂപ എന്ന് ഇവർ ചോദിച്ചപ്പോഴേക്കും തനിക്ക് ബിസിനസ് തുടങ്ങാനുള്ളതാണെന്നുള്ള കാര്യം വീണ്ടും നമ്മുടെ കണ്ണൻ പറഞ്ഞു. അങ്ങനെ 15 ലക്ഷം രൂപ നിനക്ക് ഞങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ആരുടെയും വിഹിതത്തിൽ നിന്നല്ല ഞാനത് ചോദിച്ചത്. ഞാൻ ചോദിച്ചത്, എനിക്ക് എൻ്റെ പേരിൽ ഈ വീട് അമ്മ എഴുതി വെച്ചിരിക്കുകയാണ്. ആ വീട് വിറ്റോ അല്ലെങ്കിൽ അത് പണയപ്പെടുത്തി എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ക്യാഷ് തരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ പേരിലോ? നിൻ്റെ പേരിൽ എങ്ങനെ വീട് വരും? ഈ വീട് ഈ കുടുംബത്തിൽ 4 മക്കളുടെയും കൂടെ പേരിൽ അമ്മ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്ത് തൊട്ട്? എൻ്റെ മുന്നിൽ കൂടുതൽ കിടന്ന് നിങ്ങളാരും അഭിനയിക്കുകയൊന്നും വേണ്ട. ഈ വീട് 4 പേരുടെയും കൂടെ പേർക്കൊന്നും അല്ല അമ്മ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അന്ന് നമ്മളെല്ലാവരും, ശങ്കരമാമിയും അതുപോലെ തമ്പി സാറും എല്ലാവരും നിന്നപ്പോഴാണ് ആ വിൽപത്രത്തിൽ അമ്മ എഴുതി അത് വായിച്ചത്. അതിനുശേഷം എന്ത് ഭൂകമ്പം നടന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലൻ പറഞ്ഞപ്പോൾ, ഇത്രയും കാലം ബാലേട്ടന് സ്വത്തുക്കളൊന്നും വേണ്ടെന്നും പറഞ്ഞായിരുന്നല്ലോ വാചകം മുഴുവൻ. ഇപ്പം എന്താ എല്ലാം കൂടെ ഒന്നിച്ച് വാരിക്കോരി പിടിക്കണമെന്നാണോ ആഗ്രഹം? അതിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഈ കണ്ണൻ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയിട്ടോ. ഇതും പറഞ്ഞ് കണ്ണൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവിയും അതുപോലെ ബാലനും തകർന്നു പോയി. അത് കഴിഞ്ഞപ്പോൾ ദേവി അകത്തേക്ക് ഇങ്ങനെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ കയറി പോകുന്നു. ഈ സമയത്ത് കണ്ണൻ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് കയറി പോകുന്നു. പിന്നാലെ നമ്മുടെ ശിവൻ കണ്ണൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന്, നീ എന്താടാ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പേടിച്ച് വരച്ച് ഹരിയും മഞ്ജും ഒക്കെ കൂടെ പിന്നാലെ പോവാം. അവിടെ ചെന്ന് ഇനി എന്താണ് സംഭവിക്കുന്നത് ആ ഒരു പേടിയോടെ അങ്ങനെ ഇവർ പിന്നാലെ ചെന്നു. പിന്നാലെ ചെന്നപ്പോഴും കണ്ണനൊരു കൂസലുമില്ല. കണ്ണനോട് ചോദിച്ചു, നീ എന്ത് തോന്നിവാസമാടാ ഈ പറഞ്ഞത്? നിനക്കൊരു മര്യാദ ഉണ്ടോടാ ഈ പറയാനായിട്ട്? ആരോടാണ് എന്താണ് പറയുന്നതെന്ന് പോലും നീ ഓർത്തില്ലല്ലോ. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, എൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് കെട്ടാനുള്ള ആളില്ല നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു നമ്മുടെ ശിവൻ. അന്നേരത്തേക്കും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ക്യാഷ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഒറ്റക്കാലിൽ തന്നെ നിൽക്കുക. ഈ സമയത്ത് തല്ലാനായിട്ട് നമ്മുടെ ശിവൻ കൈ ഓങ്ങി. അപ്പോഴേക്കും അഞ്ചു പിടിച്ചു വലിച്ച് ശിവനെ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും, നീ എന്തിനാടാ ഞങ്ങളെ എല്ലാവരെയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വന്നത്? ഇതിലും ഭേദം ഞങ്ങളെ എല്ലാവരെയും ഒറ്റയടിക്ക് കുത്തി കീറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ അവനോട് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുക. അങ്ങനെ ദേവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും ഇവൻ യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കുന്നു. ഇവനിട്ടുള്ള പണി നമ്മുടെ ഹരിയും കൊടുത്തു. മുറിയിൽ ചെന്ന് നമ്മുടെ അഞ്ചു ചോദിച്ചു, എന്താ ശിവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചപ്പോൾ, പിന്നെ അവൻ്റെ സംസാരം നീ കേട്ടില്ലേ? എൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കാനുള്ളതില്ല അവൻ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെ മുന്നിൽ ഇങ്ങനെ തൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഇങ്ങനെ പെയ്തിറക്കുകയാണ് നമ്മുടെ ശിവൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.